പോലീസ് സ്റ്റേഷനിൽ മക്കൾ ഉപേക്ഷിച്ച ഉമയമ്മയ്ക്ക് അഭയമായി ഗാന്ധിഭവൻ. കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ മക്കൾ ഉപേക്ഷിച്ച ചേരാവള്ളി സ്വദേശിനി ഉമയമ്മയാണ് പത്തനാപുരം ഗാന്ധിഭവൻ ഏറ്റെടുത്തത്. ഇന്നലെ വൈകുന്നേരം കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ മക്കൾ ഉപേക്ഷിച്ച ഒരമ്മയെ കാണുകയുണ്ട്. സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചതനുസരിച്ച് അവിടെ ചെന്നപ്പോൾ 57-കാരിയായ കായംകുളം ചേരാവള്ളി സ്വദേശിയായ ഉമയമ്മ എന്ന അമ്മ ഇടത് സൈഡ് പക്ഷാഘാതം സംഭവിച്ച് വളരെ ദയനീയ അവസ്ഥയിൽ നടക്കാൻ പോലും പ്രയാസപ്പെട്ട് പോലീസ് സ്റ്റേഷൻ്റെ വരാന്തയിൽ ഇരിക്കുന്നതാണ് കണ്ടത്. തുടർന്ന് അവർക്ക് സംരക്ഷണം നൽകുക എന്ന ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ ആ അമ്മയെ പത്തനാപുരം ഗാന്ധിഭവൻ ഏറ്റെടുക്കുകയും ഹരിപ്പാട് ഗാന്ധിഭവൻ സ്നേഹവീട്ടിൽ സംരക്ഷണം നൽകി വരികയുമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കൾക്ക് ജന്മം നൽകുന്ന മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തുന്നൊരു പ്രവണത അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ സമൂഹത്തിന് വളരെ പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ 2 പെൺമക്കൾ അവരുടെ മാതാവിനെ പോലീസ് സ്റ്റേഷൻ്റെ വരാന്തയിൽ ഒറ്റപ്പെടുത്തിയെന്ന ഈയൊരു അവസ്ഥ അത് വളരെ ദയനീയമാണ്. കാരണം ആ അമ്മ ആ മക്കൾക്ക് വേണ്ടി ജീവിച്ചത്. കായംകുളം ചേരാവള്ളി വീരശ്ശേരി കിഴക്കതിൽ 57-കാരിയായ ഉമയമ്മയെയാണ് പത്തനാപുരം ഗാന്ധിഭവൻ ഏറ്റെടുത്തത്. ഉമയമ്മയ്ക്കും ഭർത്താവിനുമുണ്ടായിരുന്ന സ്ഥലവും വീടും വിറ്റ് മൂത്ത മകളെ കുലശേഖരപുരത്ത് വിവാഹം ചെയ്തയച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ ഭർത്താവ് ശശി മരിച്ചു. തുടർന്ന് ഹോട്ടലിൽ പാചകം ചെയ്തും കാറ്ററിംഗ് ജോലികൾ നടത്തിയുമാണ് ഇവർ ജീവിച്ചത്. തുടർന്ന് ഇളയ മകളെയും വിവാഹം ചെയ്തയച്ചു. ഒരു വർഷമായി പക്ഷാഘാതം മൂലം ഏറെ ബുദ്ധിമുട്ടുകയായിരുന്നു ഇവർ. കഴിഞ്ഞ ദിവസം മൂത്ത മകൾ ഉമയമ്മയെ ചൂളത്തെരുവിലെ ഇളയ മകളുടെ വീട്ടിലെത്തിച്ചു. എന്നാൽ മകളും മരുമകനും ഇവരെ വീട്ടിൽ കയറ്റിയില്ല. തുടർന്ന് കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിലെത്തിക്കുകയും പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. പോയി സമ്പാദിച്ചതല്ലേ ഈ മക്കൾക്കൊക്കെയാണ് കൊടുത്തത്. ഒന്ന് ആദ്യത്തെ എബനീസറിലായിരുന്നു, രണ്ടാമത്തെ VSM-യില, മൂന്നാമത്തെ മെഡിക്കൽ കോളേജ് ആലപ്പുഴ. അങ്ങനെ രണ്ടാമത്തേത് 40,000 രൂപ VSM-യില പ്രമാണം വസ്തുവിൻ്റെ കൊടുത്തേച്ചാൽ 40,000 മേടിച്ച് അവിടുന്ന് അടച്ചിറങ്ങി. അങ്ങനെ അയാൾ വീണു എന്ന് പറഞ്ഞിട്ട് ബ്ലേഡ് വന്നു. അങ്ങനെ അങ്ങനെ വഴക്കായി. അങ്ങനെ പിന്നെ അവനോട് ബ്ലേഡിന് മേടിച്ച കടം വീട്ടിൽ. എന്നാൽ 2 മക്കളും ഇവരെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് പോലീസിന്റെ ഇടപെടലിൽ ഇവരെ ഗാന്ധിഭവനിൽ അയക്കാൻ തീരുമാനമായത്. 2 മക്കളെ ഞാൻ കഷ്ടപ്പെട്ട് പറഞ്ഞു വിട്ടത്. ഇങ്ങനെ സ്റ്റോക്ക് വന്നപ്പോൾ ആരും എന്നെ നോക്കത്തില്ല. കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ എന്നെ കൊണ്ടിരുത്തി. ഗാന്ധിഭവൻ ഈ പൊന്നുമോൻ വന്നതിന് ഇന്നലെ രാത്രി രക്ഷപ്പെടുത്തി കൂടെ കൊണ്ടുവന്ന്. രാത്രിയില്ല കൊണ്ടുവന്ന് ആരുമില്ല. അവർക്ക് ആർക്കും എന്നെ കൊണ്ടുവല്ല മനസ്സിൻ്റെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല, നോക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യും? ഞാനങ്ങനെ എനിക്ക് പോകാനിടയില്ല. അങ്ങനെ ഈ പൊന്നുമോൻ വന്ന് മോൻ എന്നെ കൊണ്ടുവന്ന് ഇവിടെ രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നു. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജന്റെ നിർദ്ദേശപ്രകാരം ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ, ഷംനാദ് ബന്ദികപ്പള്ളി എന്നിവർ ചേർന്ന് ഉമയമ്മയെ ഗാന്ധിഭവനിലേക്ക് ഏറ്റെടുത്തു. SI ശിവദാസ് മേനോൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ സനൽകുമാർ, സുരേഷ് കുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉമയമ്മയെ ഏറ്റെടുത്തത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.